ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു അലങ്കാര ഔഷധ സസ്യമാണ് എരുമക്കണ്ണ്. പരമ്പരാഗതമായി മെക്സിക്കോയിൽ കണ്ടുവരുന്ന ഒരു പോപ്പിയാണ് ഈ ചെടി. ആർജിമോണി ഓക്രാലാക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി പാപ്പാവറാസി കുടുംബത്തിലെ അംഗമാണ്. ചില ഭൂപ്രദേശങ്ങളിൽ ആർജിമോൺ മെക്സിക്കാന, മെക്സിക്കൻ പോപ്പി, കാർഡോ സാൻഡ്രോ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ചെടി ടെക്സ്, മെക്സിക്കോ, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ പരമ്പരാഗതമായി തന്നെ കണ്ടുവന്നിരുന്നു. ഈ ചെടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ വളരെ വലിയ അത്ഭുതവും കൗതുകവുമാണ് ഞങ്ങൾക്കുണ്ടായത്. ലോകത്തിന്റെ പല ഭാഗത്തും വെറും ഒരു കളയായി കണക്കാക്കുന്ന ഈ ചെടി പരമ്പരാഗതവും ആധുനികവുമായ വൈദ്യശാസ്ത്രത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോഴുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ വെളിം പ്രദേശങ്ങളിലും നദീതടങ്ങളിലും മണൽക്കാടുകളിലും ചില കാർഷിക മേഖലകളിലും ഇത് വ്യാപകമായി കാണുന്നു. അതുകൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഇത് വ്യാപകമാണ്. മെക്സിക്കോയുടെ ചില ഭാഗങ്ങളും ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു. ഈ വീഡിയോയിൽ അത് വിശദമായി പറയുന്നുണ്ട്. അതിലെല്ലാം ഉപരി ഇന്ത്യയിൽ വളരെ വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു ചെടിയുമാണിത്. ഇന്ത്യയിലെ വർണ്ണാഭമായ ഉത്സവമായ ഹോളിക ദഹൻ സമയത്ത് മുതിർന്നവരും കുട്ടികളും ഇതിന്റെ പൂക്കൾ അർപ്പിച്ച് ആരാധിക്കുന്നു. ഹോളി ആഘോഷിക്കുന്ന മാർച്ചിൽ ഈ ഇനം ഇതിന്റെ പരമാവധി പൂവിടുന്ന ഘട്ടമാണ്. ഹോളിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ഈ ചെടിയുടെ പൂവിനെ കഡേരിഹ ഫൂൽ എന്നും വിളിക്കുന്നു. മെക്സിക്കൻ പോപ്പി 30 മുതൽ 120 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വാർഷിക സസ്യമോ അല്ലെങ്കിൽ ഹ്രസ്വകാല ചെടിയോ ആണ്. ഇതിന്റെ ജനിതക വ്യതിയാനം സംഭവിച്ച 100ഓളം ഇനങ്ങൾ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ 2-3 വർഷങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വളർന്നു കാണപ്പെടുന്നു. ഇത് സാധാരണയായി പോപ്പി പൂക്കളും പൊള്ളയായ കാണ്ഡവും ഒരു പെപ്പർ ഷേക്കർ വിത്ത് ക്യാപ്സൂളും അടങ്ങിയതാണ്. മുള്ളുള്ള ചെടിയായതിനാൽ ഇത് മുൾച്ചെടികളോട് സാമ്യമുണ്ട്. ഇലകൾ ചാരനിറത്തിലുള്ള പച്ചയും ആഴത്തിൽ ലോബുകളുള്ളതും മുള്ളുകളാൽ പൊതിഞ്ഞതുമാണ്. 20 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്ന ഈ ഇലകളുടെ ഉപരിതലത്തിൽ മെഴുകു ഘടനയുമുണ്ട്. ഇതിന്റെ പൂക്കൾക്ക് മഞ്ഞയോ അല്ലെങ്കിൽ ക്രീമോ നിറവും 4 ഇതളുകളും ഉണ്ട്. അവയ്ക്ക് ഏകദേശം 2.5 മുതൽ 5 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട്. ബീജസങ്കലനത്തിനു ശേഷം മുള്ളുകളുള്ള ദീർഘചതുരാകൃതിയിലുള്ള വിത്ത് ക്യാപ്സൂളുകൾ ഇതിൽ വളർന്നു വരുന്നു. ഇതിന് 3.5 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. ഓരോ ക്യാപ്സൂളിലും 400 വിത്തുകൾ വരെ അടങ്ങിയിരിക്കുന്നു. അവ വൃത്താകൃതിയിലുള്ളതും കറുപ്പ് കലർന്ന തവിട്ടു നിറത്തിലുള്ള 1 മില്ലിമീറ്റർ വ്യാസമുള്ളതുമാണ്. ഒരു വാർഷിക സസ്യമായ ഇത് വ്യാപകമായി കാണുന്ന പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തെക്കു പടിഞ്ഞാറേ ഭാഗത്ത് ഇത് സാധാരണയായി ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് പൂവിടുന്നത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിന്റെ ജീവിതചക്രം പ്രധാനമായും ജലലഭ്യതയെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് വിത്തുകളിലൂടെ മാത്രമേ പുനരുൽപാദനം നടത്തുകയുള്ളൂ. വിത്തിന് വർഷങ്ങളോളം നിശ്ചലമായി കിടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൽപാദന നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ വിത്തുകൾ ചെറുതായതിനാൽ കാർഷിക ഉപകരണങ്ങൾ, വാഹനങ്ങൾ, വെള്ളം, കമ്പിളി, വൈക്കോൽ, ധാന്യം എന്നിവയിലൂടെ ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ഒരു കളയായി വളരുകയും ചെയ്യുന്നു. പൂന്തോട്ട സസ്യമായി ഉപയോഗിക്കുന്നതിൽ നിന്നും ഇതിന്റെ വ്യാപനം നടക്കുന്നുണ്ട്. മെക്സിക്കൻ പോപ്പി ചെടികൾ സാധാരണയായി കാണപ്പെടുന്നത് ഉപയോഗശൂന്യമായ പ്രദേശങ്ങളിലും പാതയോരങ്ങളിലും നല്ല നീർവാർച്ചയുള്ള മണ്ണുകൾ കാണപ്പെടുന്ന വയലുകളിലുമാണ്. മോശം മണ്ണുൾപ്പെടെ പലതരം മണ്ണിലും തഴച്ചു വളരുന്ന ഒരു ഹാർഡിയായ ചെടിയാണിത്. അതുകൊണ്ട് തന്നെ pH ലെവലിന്റെ ആവശ്യകത മണ്ണിന്റെ അവസ്ഥയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. പക്ഷേ ഇത് സാധാരണയായി ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയുള്ള മണ്ണിലാണ് നന്നായി വളർന്നു കാണപ്പെടുന്നത്. അതായത് 6 മുതൽ 7.5 വരെയുള്ള pH ആണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ഇതിന് അല്പം വിശാല pH ശ്രേണിയെ സഹിക്കാൻ കഴിയും. എന്നാൽ അമിതമായ അസിഡിറ്റി അല്ലെങ്കിൽ ക്ഷാരം ഇതിന്റെ വളർച്ചയെയും മൊത്തത്തിലുള്ള അവസ്ഥയെയും ബാധിച്ചേക്കാം. ഹാർഡിയായ സസ്യമായതുകൊണ്ട് തന്നെ ഇതിന് പൊതുവെ കനത്ത വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഒപ്റ്റിമൽ വളർച്ചയ്ക്കും നല്ല പൂക്കൾക്കും നിങ്ങൾക്ക് ഇതിന് വളപ്രയോഗം നടത്താം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായി NPK 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള വളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ലോ റിലീസ് വളങ്ങളും ഉപയോഗിക്കാം. പുതിയ വളർച്ച ആരംഭിക്കുന്നതിന് മുമ്പേ വസന്തത്തിന്റെ തുടക്കത്തിൽ ഈ ചെടിക്ക് വളം നൽകുക. വളരുന്ന സീസണിന്റെ അവസാനത്തിൽ വളപ്രയോഗം ഒഴിവാക്കുക. ഇത് പൂവിടുമ്പോൾ
സമഗ്രമായ ഇലകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കും. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങൾ മണ്ണിൽ ലയിപ്പിക്കാനും തുല്യമായി വിതരണം ചെയ്യാനും സഹായിക്കും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. വളം പ്രയോഗിക്കുമ്പോൾ ചെടിയുടെ പ്രതികരണം നിരീക്ഷിക്കുക. വളപ്രയോഗത്തിന് ശേഷം ചെടിയുടെ വളർച്ചയും രൂപവും മാറ്റത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ വളപ്രയോഗം ക്രമീകരിക്കുക. പോഷകങ്ങൾ അമിതമായാൽ സസ്യജാലങ്ങൾ അമിതമായി വളരുകയും പൂക്കൾ കുറയുകയും ചെയ്യും. ഇനി ഇതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും. കീടങ്ങൾ മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, കാറ്റർപില്ലർ. രോഗങ്ങൾ വിഷമഞ്ഞ്, ഇലപ്പുള്ളി, വേരുചീയൽ, ഇലത്തുരുമ്പ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ഉത്പാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സാപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയ ഔഷധ ഗുണവും അതിന്റെ നീണ്ട ചരിത്രവുമുള്ള ഈ ചെടിയിൽ നാരുകൾ, പ്രോട്ടീൻ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ ഒരു ഉറവിടമാണ്. ഇതിന്റെ വിത്തിൽ കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ വിത്തിൽ omega-6 ഫാറ്റി ആസിഡുകളും കൂടെ അടങ്ങിയിട്ടുണ്ട്. മെക്സിക്കോയിലെ സൊറോറയിലെ സെരി എന്ന പ്രദേശം വിവിധ ഔഷധ ആവശ്യങ്ങൾക്കായി ഈ ചെടിയുടെ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. പ്രസവത്തിന് ശേഷമുള്ള വൃക്കവേദന ഒഴിവാക്കാൻ അവർ ഇതിൽ നിന്ന് ഒരു ഇൻഫ്യൂഷൻ ഉണ്ടാക്കുന്നു. സ്പാനിഷുകാർ സൊറോറയിലെത്തിയപ്പോൾ അവർ ഇതിനെ കാർഡോ സാൻഡ്രോ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിനെ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മലബന്ധം തടയുന്നതിനും ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ തലവേദനയ്ക്കും അതുപോലുള്ള മറ്റു രോഗങ്ങൾക്കും പ്രതിവിധിയായി മയക്കത്തിനോ ശാന്തതയ്ക്കോ ആയുള്ള ഒരു ഔഷധമായി ഉപയോഗിച്ചു. മാലിയിൽ മലേറിയ ചികിത്സിക്കാൻ ഇത് ഒരു ചായയായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത വൈദ്യത്തിൽ ഇതിന്റെ നീരും ചെടിയും ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തത്തിനുള്ള ഔഷധമായി ഉപയോഗിച്ചിരുന്നു. ഇത് കൂടാതെ മൂത്രനാളത്തിലെ വേദനാ സംഹാരിയായി ഇതിന്റെ കറയും കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണയും വ്രണങ്ങൾ കരിയാനായി ഉപയോഗിച്ചു വരുന്നു. ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ പൂനെയിലുള്ള നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസും ഔറംഗാബാദിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ മറാഠവാദ യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്ര വകുപ്പും വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വീഡിയോ നീണ്ടുപോകുന്ന കാരണത്താൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പകരം ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പൊതുവായ വിഷയങ്ങൾ മാത്രം പരാമർശിച്ചുകൊണ്ട് വീഡിയോ തുടരുകയാണ്. ആന്റി സ്പാസ്മോഡിക് വേദനാ സംഹാരികൾ, ഹാലുസിനോജനിക്, ആന്റി ബാക്ടീരിയൽ, ആന്റി ക്യാൻസർ, സെഡേറ്റീവ്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ മെക്സിക്കൻ പോപ്പി ധാരാളം ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഔഷധമാണ്. ആയുർവേദ വൈദ്യത്തിൽ ഈ ചെടി പല ആരോഗ്യ പ്രശ്നങ്ങളും ചികിത്സിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതും തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾ വിശദമാക്കുന്നതാണ്. ഇതുകൂടാതെ പഞ്ചകർമ്മ ചികിത്സയിലും യുനാനിയിലും ഹോമിയോപ്പതി മരുന്നായും ഒക്കെ ഇത് ഉപയോഗിച്ചു വരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ചെടിക്ക് പല വ്യാപകമായ ചികിത്സാ ഉപയോഗങ്ങളുമുണ്ട്. മെക്സിക്കോയിലും ലോകത്തിന്റെ പരമ്പരാഗത നാട്ടുവൈദ്യത്തിലും വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ ഈ ചെടിയുടെ വിത്തുകൾ മറുമരുന്നായി ഉപയോഗിക്കുന്നു. കരീബിയൻ ദ്വീപുകളിൽ ഉറക്കമില്ലായ്മയ്ക്കും അരിമ്പാറയ്ക്കും ഈ ചെടി ഔഷധമായി ഉപയോഗിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിൽ ചായയുടെയും ബിയറിന്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇതിന്റെ വിത്തുകൾ അതിൽ ചേർത്ത് കഴിക്കുന്നു. ഇതിന്റെ വിത്തുകളിലെ സത്ത് ഉപയോഗിച്ച് കണ്ണുകളുടെ വേദന ഭേദമാക്കാൻ തദ്ദേശീയരായ അമേരിക്കക്കാർ ഉപയോഗിച്ചിരുന്ന ചികിത്സയുടെ ചില ആദ്യകാല രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾക്ക് വൈദ്യ ഉപയോഗത്തിനുള്ള വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു വേദന സംഹാരിയായി ഉപയോഗിക്കാം. അരിമ്പാറ, ജലദോഷം, ചൊറിച്ചിൽ, മറ്റു ചർമ്മരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഇതിന്റെ സ്രവം ഉപയോഗിക്കാം. അതിന്റെ പ്രധാന കാരണം ഇതിൽ പ്രോട്ടീൻ ലയിക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ്. ഇത് കൂടാതെ തിമിരം, പല്ലുവേദന തുടങ്ങിയ മറ്റവസ്ഥകൾക്കും ഇതിന്റെ സ്രവം ഉപയോഗിക്കാം. ത്വക്ക് രോഗം വിട്ടുമാറാത്ത അവസ്ഥയിൽ ഈ ചെടിയുടെ വേരുകൾ അത് ചികിത്സിക്കാൻ ഉപയോഗിക്കാം. അതിന്റെ പ്രധാന കാരണം ഇത് ഡൈയൂറിക്, അനോഡൈൻ, ഹിപ്നോട്ടിക്, ആൾട്ടറേറ്റീവ് എന്നിവയൊക്കെ ആയതിനാലാണ്. കോക്നാക്ക്, റം എന്നിവയുമായി കലർത്തി വയറുവേദന ചികിത്സിക്കാനും ഇതിന്റെ വേരുകൾ ഉപയോഗിക്കുന്നു. കുഷ്ഠം, അണുബാധ, വിഷബാധ, വായുവിന്റെ പ്രശ്നങ്ങൾ, മലേറിയ, പനി, വീക്കം, ഗിനിപ്പുഴു എന്നിവ ചികിത്സിക്കാനും ഇത് ഫലപ്രദമാണ്. ചുമയ്ക്കും നെഞ്ചിലെ മറ്റു രോഗങ്ങൾക്കും ഈ ചെടിയുടെ പൂക്കൾ ഒരു എക്സ്പെക്ടറന്റ് ആയതിനാൽ ഉപയോഗിക്കുന്നു. അതോടൊപ്പം ശരീരത്തിന്റെ വായു സഞ്ചാരത്തിൽ നിന്ന് മ്യൂക്കസ് സ്രവത്തെ നല്ലതാക്കുന്നു. ചുമ, അൾസർ, മുറിവുകൾ എന്നിവയ്ക്കും ഇതിന്റെ ഇലകൾ ഔഷധമായി ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ വിത്തുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോഷകക്കുറവ്, ശോഷണം, ഛർദി എന്നിവയ്ക്കാണ്. ഇതിന്റെ വിത്തിലെ എണ്ണ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. അതിനാൽ ചില രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഇത് ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. ചൊറിച്ചിൽ, അണുബാധ, എക്സിമ, സോറിയോസിസ് തുടങ്ങിയ വിവിധ ചർമ്മരോഗങ്ങളെ ചികിത്സിക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്.
ഈ രോഗം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന അവസ്ഥകളുടെ കാഠിന്യമനുസരിച്ച് ഈ ചെടിയുടെ വേരോ സ്രവമോ ഉപയോഗിക്കാം. ഈ ചെടിയുടെ മഞ്ഞ സ്രവത്തിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാലാണ് ചർമ്മരോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാകുന്നത്. ഇത് ഔഷധമായി രോഗബാധിത ഭാഗങ്ങളിൽ ഉപയോഗിക്കാം. ഇത് മുള്ളുള്ള ചെടിയായതിനാൽ ചെടിയിൽ നിന്നും പാലെടുക്കുമ്പോൾ മുള്ളുകൊള്ളാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില മുൻകരുതൽ എടുക്കേണ്ടതാണ്. കാരണം ചിലർക്ക് ഈ ചെടിയോട് അലർജി ഉണ്ടാവാം. കൂടാതെ വലിയ അളവിലുള്ള ഇതിന്റെ ഫോർമുല ചർമ്മത്തിന് ദോഷകരവുമാവാം. മെക്സിക്കൻ പോപ്പിയുടെ പ്രധാന ഗുണങ്ങളിലുള്ള മറ്റൊന്ന് മൂത്രത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ഇതിന്റെ കഴിവാണ്. ഇതിന്റെ വിത്തിൽ നിന്നുണ്ടാക്കുന്ന ചായ കുടിക്കുന്നത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യും. 2 കപ്പ് ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നകരമല്ലാത്ത അളവാണ്. വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് സ്ഥിരമായി വേദനയോടുകൂടി മൂത്രമൊഴിക്കുന്നത് മിക്കവർക്കും വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിന് കടുകെണ്ണയിൽ കലർത്തി ഇതിന്റെ എണ്ണ കുടിച്ചാൽ മതിയാകും. കാരണം ഇത് എഡിമയ്ക്ക് കാരണമായതിനാൽ ശരീരത്തിൽ നിന്ന് വിഷദ്രാവകങ്ങൾ നീക്കം ചെയ്യും. ചികിത്സിക്കാൻ ഏറ്റവും ചെലവേറിയ രോഗങ്ങളിൽ ഒന്നാണ് വൃക്ക തകരാറുകൾ. അതിനാൽ ആക്സസ് ചെയ്യാവുന്നതും വില കുറഞ്ഞതുമായ ഓപ്ഷനിൽ ഒന്നാണിത്. കണ്ണുകളുടെ വീക്കം, കോർണിയയുടെ അതാര്യത എന്നിവ പോലുള്ള ഓപ്താൽമിയ പോലുള്ള ചില നേത്രരോഗങ്ങൾ മെക്സിക്കൻ പോപ്പി വിത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത ജ്യൂസ് ഉപയോഗിച്ച് ചികിത്സിക്കാം. ഈ ചികിത്സ സാധാരണയായി ഉപയോഗിക്കുന്നത് മെക്സിക്കൻ ഇന്ത്യക്കാരാണ്. നിങ്ങളുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിന് ഈ ചെടി ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗം അതിന്റെ പൂവ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ആ വെള്ളത്തിൽ കണ്ണ് കഴുകുക എന്നുള്ളതാണ്. തേളിൽ നിന്നോ പാമ്പിൽ നിന്നോ വിഷബാധയേറ്റാലും ചികിത്സിക്കാൻ ഇതേ മാർഗം ഉപയോഗിക്കാം. ഞങ്ങളിത് പറയുന്നു എന്ന് കരുതി അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടിയതിനു ശേഷം മാത്രം ചെയ്യുക. ഈ ചെടിയിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ മോണരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. മിക്ക മോണരോഗങ്ങളും വായിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വായ്ക്കുള്ളിൽ കോടിക്കണക്കിന് അണുക്കൾ ഉള്ളതിനാൽ അത് കഴുകിക്കളയാൻ കഴിയുന്ന ഫലപ്രദമായ മാർഗമാണിത്. അതിന് ഈ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഉണങ്ങിയ പൊടി വെച്ച് നിങ്ങൾക്ക് പല്ലുകൾ തേക്കാം. ഇതിന്റെ വിത്തുകളുടെ പുക പല്ലുവേദന ശമിപ്പിക്കും. പോടുകൾ മൂലമോ അല്ലാതെയോ പല്ലുവേദന വന്നാലും ഇത് ഉപയോഗിക്കാം. ധാരാളം ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ ഈ ചെടി ഒരു വേദനാ സംഹാരിയായും ഉപയോഗിക്കാം. പെറുവിൽ പേശിവേദന ചികിത്സിക്കുന്നതിനായി അവർ ഈ ചെടിയിൽ നിന്നും ഒരു പ്ലാസം ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. പേശിവേദന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്, പ്രത്യേകിച്ച് നാം ജോലി ചെയ്യുന്ന അവസ്ഥകളിൽ. ഇതുപോലുള്ള സാഹചര്യം വന്നാൽ ഇതുപോലുള്ള നാട്ടുവൈദ്യം നല്ലതാണ്. മെക്സിക്കൻ പോപ്പി വിത്തുകൾ ഒരുതരം ചായ എന്ന നിലയിൽ ആസ്മ ചികിത്സിക്കാനും നെഞ്ചിലുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾക്കും ഉപയോഗിക്കാം. അതിന്റെ പ്രധാന കാരണം ഈ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന കഷായത്തിന് ആ രോഗത്തെ ശമിപ്പിക്കാൻ കഴിയുന്ന ഹിപ്നോട്ടിക് ആന്റിസ്പാസ്മോഡിക് ഇഫക്റ്റുകളുണ്ട്. ഇത് വില്ലൻ ചുമയെ ഒഴിവാക്കും. ഈ ചെടിയുടെ പൂക്കളും നെഞ്ചിലെ അസുഖങ്ങൾക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് വായുവിലൂടെയുള്ള അനാവശ്യ ഉമിനീർ മ്യൂക്കസ് നീക്കം ചെയ്യുമ്പോൾ. ഇത് നിങ്ങളെ നന്നായി ശ്വസിക്കാനും ഭാവിയിൽ ഗുരുതരമായ നെഞ്ചുവേദന ഒഴിവാക്കാനും സഹായിക്കും. നെഞ്ചുവേദന ശമിപ്പിക്കാൻ നെഞ്ചിൽ മെക്സിക്കൻ പോപ്പി സീഡ് ഓയിൽ പുരട്ടാം. കൊതുകുകൾ കടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു രോഗമാണ് മലേറിയ. ഈ ചെടിയുടെ വിത്തുകൾ കൊതുകുകളെ അകറ്റാൻ ഉപയോഗിക്കുന്നതിനാൽ പ്രാണികൾ വരുത്തുന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു. മാലിയിൽ അവിടെയുള്ള പരമ്പരാഗത വൈദ്യന്മാർ മലേറിയയ്ക്കുള്ള ചികിത്സയ്ക്കായി ഈ ചെടി ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നു. അതിന് അവർ ഇതിന്റെ വിത്തുകളിൽ നിന്നും ഒരുതരം ചായ ഉണ്ടാക്കുന്നു. അത് മലേറിയ രോഗികൾ രോഗം മാറുന്നതുവരെ ഔഷധമായി കഴിക്കുന്നു. മലേറിയയുടെ ചെറിയ രോഗലക്ഷണങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എന്നാൽ ഗുരുതരമായ രോഗമുള്ളവരിൽ ഇത് ഫലപ്രദമല്ലതാനും. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യസഹായം പെട്ടെന്ന് നേടുന്നതിനുള്ള ആദ്യ ചികിത്സയായി ഇത് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ. ഇത് രക്തം ശുദ്ധീകരിച്ച് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ മസ്തിഷ്കം ഉൾപ്പെടെയുള്ള എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ഓക്സിജൻ നല്ല രീതിയിൽ വിതരണം ചെയ്യുകയും ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ച് തലച്ചോറിലെ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെ പൊട്ടാസ്യത്തിന്റെ അംശം വൃക്കയിലെ കല്ലുകൾ ചികിത്സിക്കുന്നതിനും അവ വീണ്ടും ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. തൈറോയിഡ് ഗ്രന്ഥികളുടെ സുപ്രധാന ഘടകമാണ് സിങ്ക്. ഇവയിൽ സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ തൈറോയിഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന് പോപ്പി വിത്ത് പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ പോപ്പിച്ചെടിയുടെ വിത്തുകൾക്ക് അവിഭാജ്യമായ സ്ഥാനമുണ്ട്. ഈ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന മാംഗനീസ് പ്രമേഹ ചികിത്സയ്ക്ക് നിർണായകമായ ഘടകമാണ്. അയഡൈസ്ഡ് പോപ്പി സീഡ് ഓയിൽ മാസ്കുലർ ഹൈപ്പോസെല്ലുലാർ ക്യാൻസറിനുള്ള ഇമേജിംഗ് ടെക്നിക്കുകളിൽ ഒന്നായി ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം ഹെപ്പറ്റോസെല്ലുലാർ ക്യാൻസർ കോശങ്ങളിൽ പോപ്പി സീഡ് ഓയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്യൂമർ സെല്ലുകളിലേക്ക് നല്ല ഒരു ഹീമോതെറാപ്പിക് ഏജന്റായി മാറാൻ ഇതിന് കഴിയും. അതുപോലെ അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാണ്. പല വൈദ്യ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയെ പിന്തുണയ്ക്കുന്ന പലതിനും ക്ലിനിക്കൽ ഗവേഷണങ്ങളുടെ പരിമിതിയുണ്ട്.
മെസോപ്പൊട്ടേമിയയിലെ പുരാതന സുമേറിയക്കാരുടെ കാലത്ത് പോപ്പിച്ചെടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല ചരിത്രരേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ ചെടി ഔഷധമായി ഉപയോഗിച്ചിരുന്നു. അവർക്കിടയിൽ ഹൽഗിൽ, അതായത് സന്തോഷത്തിന്റെ ചെടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങൾ പുരാതന ഗ്രീക്കുകാരും വിവരിക്കുന്നുണ്ട്. 900 വർഷങ്ങൾക്ക് മുൻപ് അറബി ഫിസിഷ്യന്മാരും ഇത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയായിരിക്കാം യുനാനി വൈദ്യത്തിലേക്ക് ഇത് കടന്നത്. സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പോപ്പി വിത്തുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഫാലോപ്യൻ ട്യൂബുകളിൽ നിന്ന് മ്യൂക്കസ് നീക്കം ചെയ്ത് ഗർഭധാരണം സുഗമമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇവ ലൈംഗിക അഭിലാഷം വർദ്ധിപ്പിക്കുകയും ലിബിഡോ വർദ്ധിപ്പിച്ച് ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെമ്പ്, കാൽഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ഇതിന്റെ വിത്തുകൾ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെ മാംഗനീസ് എല്ലുകളെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്ന കൊളാജൻ പ്രോട്ടീന്റെ ഉൽപാദനത്തെ സഹായിക്കുന്നു. ലൈംഗിക ബലഹീനത പുരുഷന്മാർക്കിടയിൽ വിചിത്രമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. പലരിലും ഈ ബുദ്ധിമുട്ടുകൾ സന്താനോൽപാദനത്തെ വരെ ബാധിക്കാറുണ്ട്. ഇതിന്റെ വിത്തുകൾ കഴിക്കുന്നത് ബലഹീനതയോ വന്ധ്യതയോ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രധാനമായും അതിനെ ഉപയോഗിക്കുന്നത് ഈ ചെടിയുടെ വേരുകളാണ്. അതിന് ശരീരത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കിഴക്കൻ ആഫ്രിക്കയിൽ ഇത് ജനപ്രിയമാണ്. അവിടെ ഇതിന്റെ വിത്തുകൾ മദ്യത്തിലോ ചായയിലോ കലർത്തുന്നു. അതിന് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താം, പക്ഷേ ഡോക്ടർമാരുമായി കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം. ഇതിന്റെ വിത്ത് കൊച്ചുകുട്ടികൾക്കുള്ള മയക്കുമരുന്നായും പാമ്പിന്റെ വിഷത്തിനുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. ഇത് കടുകെണ്ണയിൽ കലർത്തി ചർമ്മത്തിന്റെ ചൊറിച്ചിൽ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ആസ്മ, മലബന്ധം, കോളിക്, റുമറ്റാൾജിയ, ഓഡോണ്ടാൾജിയ എന്നിവയാണ് ഈ വിത്തുകൾ കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ മുറിവുകൾ ഭേദപ്പെടുത്തുന്നതിനുള്ള ഔഷധമായി ഉപയോഗിക്കാം. പല പരമ്പരാഗത സംസ്കാരങ്ങളിലെ നാട്ടുവൈദ്യന്മാർ ഈ വിത്തുകളിൽ മുറിവുണക്കാനുള്ള ശക്തമായ കഴിവുള്ളതിനാൽ മുറിവുണക്കാനുള്ള ഔഷധമായി പരമ്പരാഗതമായി തന്നെ ഇത് ഉപയോഗിച്ചു വരുന്നു. ഇത് ശരീരത്തിലെ ബാക്ടീരിയകളെയും വിഷവസ്തുക്കളെയും വേഗത്തിൽ നീക്കം ചെയ്യും. ഈ ചെടിയുടെ വിത്തുകൾക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അത് വയറിളക്കം, വായുവിന്റെ പ്രശ്നങ്ങൾ, ഓക്കാനം, ഛർദി തുടങ്ങിയ ചില ആമാശയ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മെക്സിക്കൻ പോപ്പി വിത്തുകൾ ആന്തൽമെറ്റിക് എന്നറിയപ്പെടുന്നു. ഇതുകൂടാതെ മനുഷ്യന്റെ ആന്തരിക പരാന്നഭോജിയുടെ, പ്രത്യേകിച്ച് കുടൽ വിരകളെ അകറ്റാനുള്ള കഴിവും ഇതിനുണ്ട്. ഡൈയൂറിക് ശുദ്ധീകരണ ശേഷിയുള്ളതിനാൽ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട്. ശരീരത്തിലെ അനാവശ്യ വിഷവസ്തുക്കളെ പുറന്തള്ളാനുള്ള ഇതിന്റെ കഴിവ് കാരണം നിരവധി വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് ഇത് ഫലപ്രദമാണ്. മെക്സിക്കൻ പോപ്പി വിത്തുകൾക്ക് ആന്തരികവും ബാഹ്യവുമായ ശാരീരിക വൈദ്യ ഉപയോഗങ്ങളുണ്ട്. ആന്തരികമായി ചായയുടെയോ ക്യാപ്സൂളിന്റെയോ രൂപത്തിൽ നിങ്ങൾക്കിത് കഴിക്കാം. ഈ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന പൊടി ചായയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ചർമ്മത്തിൽ പുരട്ടുകയോ ഒക്കെ ചെയ്യാം. ബാഹ്യമായി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ വിത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. ഇതിന്റെ പൊടി ഒരു ടൂത്ത് പേസ്റ്റായും ഉപയോഗിക്കാം. കുതിർത്ത പോപ്പി വിത്തുകൾ കുരുമുളക്, തൈര് എന്നിവയുടെ പേസ്റ്റ് തയ്യാറാക്കി മുടിയിൽ പുരട്ടുക. അരമണിക്കൂറിന് ശേഷം അത് കഴുകുക. താരനുണ്ടാവുന്നത് തടയാൻ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉണങ്ങിയ പോപ്പി വിത്തുകളിൽ ധാരാളം ഓപ്പിയം ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മനുഷ്യ ശരീരത്തിൽ നല്ല ഗുണം ചെയ്യുന്നതാണ്. നാഡീക്ഷോമം ശമിപ്പിക്കാനും വേദന സംഹാരിയായി പ്രവർത്തിക്കാനും ഇത് സഹായിക്കും. പോപ്പീസ് പാനീയം ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും അതുമൂലം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഭക്ഷണത്തിൽ പോപ്പികൾ കലർത്തി നിർമ്മിക്കുന്ന കേക്കുകൾ ഉൾപ്പെടുത്താം. ബാഗൽ, മഫിനുകൾ തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങളിലും പോപ്പി വിത്തുകൾ ഉൾപ്പെടുത്താം. സലാഡിനൊപ്പം ചേർക്കാം, പച്ചക്കറിയോടൊപ്പം കഴിക്കാം. ചീസിലേക്കോ ടോർച്ചിലേക്കോ കുറച്ച് ക്രഞ്ച് ചേർക്കാൻ പോപ്പി വിത്തുകൾ ഒരു ടോപ്പിംഗ് ആയി ഉപയോഗിക്കാം. 1 ടീസ്പൂൺ വിത്ത് ഒരു പച്ചമുളകിനൊപ്പം പൊടിച്ച് 2 ടീസ്പൂൺ ഉള്ളി, ഉപ്പ്, കടുകെണ്ണ എന്നിവ ചേർത്ത് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ചോറിനൊപ്പം കഴിക്കാം. ബാറ്റാസ്ഥലം എന്നാണ് ഈ ഭക്ഷണത്തിന് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ പോപ്പി വിത്തുകൾ 1-2 പച്ചമുളകിനോടൊപ്പം ചേർത്തരച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പേസ്റ്റാക്കി തയ്യാറാക്കി വെക്കുക. നന്നായി അരിഞ്ഞ ഉള്ളിയും ഉരുളക്കിഴങ്ങും എണ്ണയിൽ വഴറ്റുക. നേരത്തെ തയ്യാറാക്കിയ പോപ്പി വിത്ത് പേസ്റ്റ്, ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് ഇളക്കുക. ഇത് വഴറ്റിയ ഉള്ളിയിലും ഉരുളക്കിഴങ്ങിലും മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കുക. ഇതിന് ആലു പേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും പോപ്പി വിത്തുകൾ മിതമായി കഴിക്കേണ്ടതാണ്. കൂടുതൽ ഉപയോഗിക്കുന്നത് കാപ്പിനോയിഡുകൾ മുതലായ രോഗങ്ങൾക്ക് കാരണമാകും. ഇനി ആയുർവേദത്തിലേക്ക് കടക്കാം. പരമ്പരാഗത ആയുർവേദ സമ്പ്രദായങ്ങളിൽ ഇത് ഔഷധത്തിന്റെ ഗണത്തിൽ എങ്ങും ഉൾപ്പെടുത്തി കാണുന്നില്ല. എന്നാൽ ആധുനിക ആയുർവേദത്തിൽ ഇത് പല രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ പല മരുന്ന് നിർമ്മാണ കമ്പനികളും ഇതിന്റെ പല ഉൽപ്പന്നങ്ങളും നിർമ്മിച്ചു വരുന്നു.
ആയുർവേദം എന്ന ഇന്ത്യൻ പ്രകൃതി ചികിത്സാ സമ്പ്രദായം 2000 വർഷത്തിലധികമായി ഇന്ത്യയിൽ പ്രചരിച്ചു വരുന്നതാണ്. ആന്റിബയോട്ടിക്കുകളോടുള്ള ചില തരത്തിലുള്ള അണുബാധകളുടെ പ്രതികരണം മോശമാണ്. ഇത് മറികടക്കാൻ ക്ഷയം, HIV, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് തുടങ്ങി ചില സൂക്ഷ്മ ജീവ അണുബാധകൾ ഒരു നിശ്ചിത ഡോസ് ഡ്രഗ് കോമ്പിനേഷൻ ഉപയോഗിച്ച് ചികിത്സിക്കുന്നു. അതിന് അവർ ഔഷധ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല, പൂവ്, കായ്കൾ എന്നിവയിൽ നിന്നാണ് സാധാരണയായി ആയുർവേദ ഫോർമുലേഷനുകൾ തയ്യാറാക്കുന്നത്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പരാന്നഭോജികൾ എന്നിവ മൂലമുണ്ടാകുന്ന വിവിധ അണുബാധകൾക്കും അതുപോലെ തന്നെ സാംക്രമികമല്ലാത്ത ഉപാപചയ വൈകല്യങ്ങൾക്കും ഹെർബൽ ആയുർവേദ ഫോർമുലേഷൻ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് ഫലപ്രദമാണ്. ക്യാൻസറും HIV, എയ്ഡ്സും ഈ തരത്തിലുള്ള ചികിത്സയോട് നന്നായി പ്രതികരിക്കുമെന്ന് നിരവധി ആയുർവേദ വിദഗ്ധരുടെ അവകാശവാദങ്ങളുണ്ട്. അതിൽ ആധുനിക ക്ലിനിക്കൽ ഗവേഷണങ്ങൾ പലപ്പോഴും നടക്കാറില്ല. സാധാരണയായി ഉപയോഗിക്കുന്ന പല ഔഷധ സസ്യങ്ങളിലും പച്ചക്കറികളിലും അവശ്യ പോഷകങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ആൽക്കലോയിഡുകൾ, ഫ്ലവനോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ടെർപ്പനോയിലുകൾ, ഫിനോളിക്സ് തുടങ്ങിയ ദ്വിതീയ മെറ്റാബോളിറ്റുകളും അടങ്ങിയിരിക്കുന്നതായി ഞങ്ങളുടെ പല വീഡിയോകളിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔഷധ സസ്യങ്ങളുടെ സത്തിൽ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ധാരാളം ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വിട്ടുമാറാത്ത ഡീജനറേറ്റീവ് രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് വളരെ ഫലപ്രദമാണ്. ഈ സംയുക്തങ്ങൾക്ക് ആന്റി ട്യൂമറോജനിക്, ഇമ്മ്യൂണോ മോഡുലേറ്ററി പ്രോപ്പർട്ടികൾ, ആന്റി ബാക്ടീരിയൽ സാധ്യതകൾ എന്നിവയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആധുനിക ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് ഇതുപോലുള്ള സസ്യങ്ങൾ കടന്നു വരാൻ ഇടയായത്. ആയുർവേദത്തിലുള്ള ഇതിന്റെ ചികിത്സാ സവിശേഷ ഗുണങ്ങളും മുൻപ് പറഞ്ഞവയിലുള്ളതിനാൽ അത് വീണ്ടും പറഞ്ഞ് വീഡിയോ നീട്ടുന്നില്ല. ഔഷധ ഗുണങ്ങൾ വളരെ കൂടുതൽ ഉള്ള സസ്യമാണെങ്കിലും ഈ ചെടിയിൽ പൊതുവെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വിത്തിന് കടുകിനോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കടുകുകളിൽ മായം കലർത്താൻ ഇത് ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലും ഫിജിയിലും ദക്ഷിണാഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഈ വിഷബാധയുടെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടുകെണ്ണയിൽ ആർജിമോൺ ഓയിൽ 1% ചേർക്കുന്നത് ക്ലിനിക്കൽ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ സൂര്യകാന്തി എണ്ണ, എള്ളെണ്ണ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി ആർജിമോൺ ഓയിൽ കലർത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മായവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകളുടെയും വിശ്വസ്തത ഉറപ്പുവരുത്താൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നോ ആർജിമോൺ ഓയിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. എന്നാൽ ക്രിസ്റ്റലിൽ മാംഗനീസ് കാർബണേറ്റ് ഉപയോഗിച്ച് ഇതിന്റെ എണ്ണയിൽ നിന്ന് ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മെക്സിക്കൻ പോപ്പിയുടെ വിത്തുകൾ വൈദ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ വേരുകളിൽ 2 വിഷ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഡൈഹൈഡ്രർ സാൻഗുരാനി എന്നിവയാണവ. അതുകൂടാതെ ഇതിന്റെ വിത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന ലാറ്റക്സ് ഒരു ടാറി റെസിൻ ആക്കി മാറ്റുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ശക്തമായ മയക്കുമരുന്ന് ഇഫക്റ്റുകൾ ഉണ്ടാകുന്നു. ഇത് പുകവലിക്കുന്നത് സുരക്ഷിതമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ഛർദി, വയറിളക്കം, ഓക്കാനം, കൈകാലുകളുടെ നീർവീക്കം, ഗ്ലോക്കോമ, ശ്വാസതടസ്സം എന്നിവ ഉൾപ്പെടുന്ന ചില ലക്ഷണങ്ങൾ കാരണം ഇവ നേരിട്ട് കഴിക്കുന്നത് സുരക്ഷിതമല്ല. ചില കേസുകളിൽ ഹൃദയസ്തംഭനം മൂലം വ്യക്തികൾ മരിക്കാൻ വരെയുള്ള അവസ്ഥയുണ്ടാകാം. ഈ സസ്യത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുടെ നീണ്ട ചരിത്രമുണ്ടെങ്കിലും ഇതിന്റെ ചികിത്സാ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കാതെ കഴിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്നത് എല്ലായ്പ്പോഴും സുരക്ഷിതമല്ല. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. ചില ഗവേഷണങ്ങൾ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് ഇട നൽകുന്നില്ല എന്ന് പറയുന്നെങ്കിലും വിദഗ്ധമായ ക്ലിനിക്കൽ ഗവേഷണങ്ങൾ ഇതിനു മുകളിൽ നടത്തുകയും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പൂർണ്ണമായി ജനകീയമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതകൾ വളരെ വലുതാണ്. എന്നാൽ ചില സസ്യങ്ങളുടെ പഴങ്ങളോ മറ്റു ഭാഗങ്ങളോ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതും ഞങ്ങൾ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് വിശദമായി വിലയിരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരത്തിന്റെ ക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ല ഫലം ലഭിക്കുന്നതാണ്. അതും വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ പല വീഡിയോകളിലും അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ആവശ്യമെങ്കിൽ വീഡിയോ ഒന്നിൽ കൂടുതൽ തവണ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നും ഈ വീഡിയോയിൽ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്.
മെക്സിക്കൻ പോപ്പിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, പുനരുൽപാദനം, ചരിത്രം, സാംസ്കാരികം എന്നിവയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.